നമസ്കാരം. ഇന്ന് സ്വാസ്ഥ്യപഥത്തിൽ അഷ്ടാംഗ ആയുർവേദം, ആയുർവേദത്തിലെ 8 ചികിത്സാ വിഭാഗങ്ങളെ പറ്റിയാണ് പറയുന്നത്. 1. ശല്യതന്ത്രം. പലതരത്തിലുള്ള സർജറികൾ, വൂണ്ട് മാനേജ്മെന്റ്, കോട്ടറൈസേഷൻ, ക്ഷാരകർമ്മം, ബ്ലഡ് ലെറ്റിംഗ് എന്നിവ ഉൾപ്പെടുന്ന ചികിത്സാ വിഭാഗമാണ് ശല്യതന്ത്രം. 2. ശാലാക്യതന്ത്രം. കഴുത്തിന് മുകളിലുള്ള അവയവങ്ങളുടെ രോഗങ്ങൾ, അതായത് ENT, ഒഫ്താൽമോളജി, ഡെന്റിസ്ട്രി, ഓറൽ ഹെൽത്ത് എന്നിവ ഉൾപ്പെടുന്ന ചികിത്സാ വിഭാഗമാണ് ശാലാക്യതന്ത്രം. 3. കായ ചികിത്സ. പലതരത്തിലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ്, സിസ്റ്റമിക് ഡിസോർഡേഴ്സ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്നിവ ഉൾപ്പെടുന്ന ചികിത്സാ വിഭാഗമാണ് കായ ചികിത്സ. 4. ഗ്രഹചികിത്സ. മാനസിക രോഗങ്ങൾ. ആയുർവേദത്തിലെ മാനസിക രോഗങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ചികിത്സാ വിഭാഗമാണ് ഗ്രഹചികിത്സ. 5. കൗമാരഭൃത്യം. നവജാത ശിശുക്കളും മുതിർന്ന കുട്ടികളിലും കാണുന്ന വിവിധ തരത്തിലുള്ള രോഗങ്ങളും അവയുടെ മൂലകാരണം കണ്ടെത്തി നടത്തുന്ന ചികിത്സാ വിഭാഗമാണ് കൗമാരഭൃത്യം. 6. അഗതതന്ത്രം. ഓർഗാനിക്, ഇൻഓർഗാനിക് ആയിട്ടുള്ള പോയിസണുകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അവയുടെ ചികിത്സയും ടോക്സിക്കോളജി എന്ന് കോറിലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ചികിത്സാ വിഭാഗമാണ് അഗതതന്ത്രം. 7. രസായന ചികിത്സ. യൗവനം നിലനിർത്താനും ശരീരബലം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള റെജുനേഷൻ തെറാപ്പി ഉൾപ്പെടുന്ന ചികിത്സാ വിഭാഗമാണ് രസായന ചികിത്സ. 8. വാജീകരണം. പുരുഷന്മാരുടെ ബലവും ആരോഗ്യവും വർദ്ധിപ്പിക്കാനുള്ള വിവിധ തരത്തിലുള്ള ചികിത്സ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് വാജീകരണം. ഈ 8 വിഭാഗങ്ങൾ ആയുർവേദത്തിൽ പണ്ടത്തെ പോലെ തന്നെ ഇന്നും പ്രചാരത്തിലുണ്ട്. അതിന്റെ എല്ലാ ഗുണങ്ങളും മാക്സിമം ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം.